പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിറ്റാച്ചി ATM-ൽ എങ്ങനെ കാർഡ് ടു കാർഡ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഹിറ്റാച്ചി ATM-നെ കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഹിറ്റാച്ചി ATM-ന്റെ ക്യാഷ് വിഡ്രോവൽ വീഡിയോയും ക്യാഷ് ഡെപ്പോസിറ്റ് വീഡിയോയും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് അവ. കാർഡ് ടു കാർഡ് ഡെപ്പോസിറ്റിന്റെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കാർഡ് ടു കാർഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടിന്റെ ATM കാർഡാണോ ഹിറ്റാച്ചി ATM-ലേക്ക് ഇൻസർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് നടത്താൻ പോകുന്നത്, അതേ ബാങ്കിന്റെ മറ്റൊരു അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് നടത്താനാവുക. അതിന് ആ അക്കൗണ്ടിന്റെ ATM കാർഡും ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഹിറ്റാച്ചി ATM-ൽ കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കോട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ ഡെപ്പോസിറ്റിംഗ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഞാൻ കനറ ബാങ്കിന്റെ ATM കാർഡ് ഈ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്ത് മെഷീനിലേക്ക് ക്യാഷും വെച്ച് അതേപോലെ തന്നെ കനറ ബാങ്കിന്റെ മറ്റൊരു അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി കാർഡ് നമ്മൾ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് മെഷീനിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്യണം. ഇൻസർട്ട് ചെയ്യുമ്പോൾ അത് അറ്റം വരെ ഒന്ന് തള്ളിക്കൊടുക്കുകയും ചെയ്യുക. ഇതിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആദ്യമായിട്ട് വരിക. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇൻസർട്ട് ചെയ്ത ATM കാർഡ് ഏതാണോ അതിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അതായത് ATM കാർഡിന് നമുക്കൊരു പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ പിന്ന് ഉണ്ടല്ലോ. എൻ്റെ ഈ ATM കാർഡിന് 4 അക്ക പിന്നാണുള്ളത്. ആ 4 അക്കങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ നടുഭാഗത്തായി കാണുന്ന ആ കണ്ടിന്യൂ എന്ന ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ഇതുപോലെ 2 ഓപ്ഷനുകൾ വരുന്നതാണ്. അതിൽ സ്ക്രീനിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും സ്ക്രീനിൽ 2 ഓപ്ഷനുകൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്നതാണ്. അതിൽ താഴെ തേർഡ് പാർട്ടി ഡെപ്പോസിറ്റ് എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാണ് കാർഡ് ടു കാർഡ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിൽ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ എൻ്റർ ബെനിഫിഷ്യറി കാർഡ് നമ്പർ എന്ന് ഇതുപോലെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ബാങ്ക് അക്കൗണ്ടിന്റെ ATM കാർഡിന്റെ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അതായത് പിന്നല്ല ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അതുപോലെ ബാങ്ക് അക്കൗണ്ടിന്റെ അക്കൗണ്ട് നമ്പറും അല്ല ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. പിന്നെയോ നിങ്ങളുടെ ആ ഉദ്ദേശിക്കുന്ന ATM കാർഡിന്റെ പുറത്ത് തന്നെ ഒരു 16 അക്ക നമ്പർ കാണാം. ആ 16 അക്ക നമ്പറാണ് ATM കാർഡിന്റെ നമ്പർ. അത് കാർഡിന്റെ ഫ്രണ്ട് സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ കാണാവുന്നതാണ്. നിങ്ങൾ ATM കാർഡ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് കാണാം. പലർക്കും അത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്. ATM കാർഡിന്റെ പുറത്ത് കാണുന്ന ആ 16 അക്ക നമ്പറാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ മെഷീനിൽ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ATM കാർഡിന്റെ നമ്പർ അല്ല ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണോ സെൻഡ് ചെയ്യുന്നത് ക്യാഷ്, ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആ ATM കാർഡിന്റെ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കനറ ബാങ്കിന്റെ അക്കൗണ്ടിന്റെ ATM കാർഡാണ് ഇൻസർട്ട് ചെയ്ത് നിങ്ങൾ അതിലൂടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കനറ ബാങ്കിന്റെ തന്നെ മറ്റൊരു അക്കൗണ്ടിന്റെ ATM കാർഡിന്റെ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യാനാവുകയുള്ളൂ. അപ്പം ഞാനിപ്പോൾ ക്യാഷ് അയക്കാൻ പോകുന്നത് എൻ്റെ ചേച്ചിയുടെ കനറ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ATM കാർഡിന്റെ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ആ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ATM കാർഡിന്റെ 16 അക്ക നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന കൺഫേം, ക്യാൻസൽ തുടങ്ങിയ ബട്ടണുകളിൽ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ATM കാർഡ് നമ്പർ ഏതാണോ അത് ഒന്നുകൂടി ടൈപ്പ് ചെയ്യാനാണ് ഇവിടെ കാണിക്കുന്നത്. റീ എൻ്റർ ബെനിഫിഷ്യറി കാർഡ് നമ്പർ എന്ന് ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അതേ ATM കാർഡ് നമ്പർ തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അതും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്യുക.
അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കാണോ ക്യാഷ് അയക്കാൻ പോകുന്നത് അവരുടെ ATM കാർഡുമായി ബന്ധപ്പെട്ട ആളുടെ നെയിം ഇതേപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അതായത് ആ അക്കൗണ്ട് ഹോൾഡറുടെ നെയിം സ്ക്രീനിൽ ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ നെയിം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായെങ്കിൽ താഴെ പ്രൊസീഡ്, ക്യാൻസൽ തുടങ്ങിയ ബട്ടണുകളിൽ പ്രൊസീഡ് എന്ന ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മെഷീനിലേക്ക് ക്യാഷ് വെച്ച് കൊടുക്കാനായി ഈ ഭാഗം ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷനിൽ 100 രൂപ മുതൽ 49,900 രൂപ വരെ നിക്ഷേപിക്കാവുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് അതേ ക്യാഷ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും കാർഡ് ഇൻസർട്ട് ചെയ്തുകൊണ്ട് അതേ 49,900 രൂപ വരെ വീണ്ടും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ മെഷീനിൽ 2000 രൂപയുടെ കറൻസി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ക്രീനിൽ കാണിച്ച പോലെ 500 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 100 ഒക്കെ കറൻസികൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യാനാവുകയുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ 2000 രൂപയുടെ കറൻസിയാണ് ഉള്ളതെങ്കിൽ അത് 500 അല്ലെങ്കിൽ 200 ഒക്കെ ആക്കി കൊണ്ടുവന്ന ശേഷം മാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ 10,000 രൂപയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ 10,000 രൂപ ഇതിലേക്ക് വെക്കുന്നു. നിങ്ങൾ ഇതിലേക്ക് ക്യാഷ് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ വെച്ച പോലെ ചെരിച്ചാണ് വെക്കേണ്ടത്. കൂടാതെ കറൻസികൾ വല്ലാതെ ചുക്കിച്ചുളിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ നന്നായി നിവർത്തിയതിന് ശേഷം മാത്രം വെക്കുക. അല്ലെങ്കിൽ മെഷീൻ ആ ക്യാഷ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ചില നോട്ടുകളെ അത് റിജക്റ്റ് ആക്കി ഇവിടെ വീണ്ടും ഓപ്പൺ ആക്കി അത് എടുത്തിട്ട് വേറെ കറൻസി വെക്കാൻ കാണിക്കുന്നതാണ്. ക്യാഷ് വെച്ചതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന ആ എൻ്റർ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം ഇതുപോലെ അടയുകയും മെഷീൻ നമ്മൾ വെച്ച ക്യാഷിനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. മെഷീൻ അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമ്മൾ എത്ര രൂപയാണ് വെച്ചിരിക്കുന്നതെന്ന് ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ക്യാഷ് തന്നെയാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പെങ്കിൽ ആ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ നടുഭാഗത്തായി കാണുന്ന ആഡ് മോർ എന്ന ഓപ്ഷൻ ഇല്ലേ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ക്യാഷ് വെക്കുന്ന ഭാഗം ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് വീണ്ടും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന ക്യാഷ് തന്നെ ഓക്കെ ആണെങ്കിൽ ആ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ മെഷീനിൽ വെച്ച ആ 10,000 രൂപ എൻ്റെ ചേച്ചിയുടെ കനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. ഡെപ്പോസിറ്റ് ആയതും മെഷീനിൽ ഈ ഭാഗത്ത് അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതാണ്. അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.